പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ചെമ്മീനും മുരിങ്ങക്കായും കൂടെ ഒന്ന് കറി വെച്ച് നോക്കാം. ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ. ഇതിലേക്കുള്ള മുരിങ്ങക്കായും തക്കാളിയും പച്ചമുളകും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. ഇതിലേക്കുള്ള തേങ്ങയിൽ ഞാൻ ഇഞ്ചി ഇടുന്നുണ്ട് കേട്ടോ. ഇഞ്ചിയും ഉള്ളി ഇടുന്നുണ്ട്. ഇഞ്ചി വേണ്ടവരിട്ടാൽ മതിയേ, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇഷ്ടമുള്ളവരിട്ടാൽ മതി. ഇഞ്ചിൻ്റെ ചുവ പറ്റാത്തവരുണ്ടെങ്കിൽ ഇടണമെന്നില്ല, ഞാനിടാറുണ്ട്. അതുകൊണ്ട് പെരുംജീരകം ഇട്ടുണ്ട് കേട്ടോ അരയ്ക്കുന്ന തേങ്ങയിൽ. തേങ്ങ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അതിലേക്കുള്ള പുളി ഇതാണ്. അപ്പോൾ ഇത് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചട്ടിയിലേക്ക് ഇട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. അതിലേക്ക് പുളി പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ടിട്ടുണ്ട്. ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മുളക് പൊടി ഇത് അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. മുരിങ്ങക്കായും മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ട് നമുക്ക് തേങ്ങ വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ. മുരിങ്ങക്കായും ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരക്കി കൊടുക്കാം കേട്ടോ. അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് കലക്കാണേ. കറിക്ക് നല്ല കട്ടി വേണ്ടവർക്ക് കട്ടിയിലും എടുക്കാം, ലൂസാക്കി എടുക്കണമെങ്കിൽ ലൂസിലും ആക്കാം കേട്ടോ. അത് അത്യാവശ്യം കട്ടി ഉണ്ടാവുന്നതാണ് കറീൻ്റെ ഒരു ടേസ്റ്റ് വരിക കേട്ടോ. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. എനിക്ക് കുറച്ച് കട്ടി കൂടുതൽ പോലെ തോന്നി, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കട്ടി കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ തന്നെ മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഞാനിത് വിറകടുപ്പിലാണ് കേട്ടോ അത് വെച്ചത്. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കേ. ഞാനിത് ഉള്ളിയിലാണ് കേട്ടോ വറവിടാറ്. ഉള്ളിയിലും കടുകിലൊക്കെ ഇടുന്നവരുണ്ട് എന്നറിയാം. ഞാൻ ഉള്ളിയിലാണ് വറവിടുക. ഞാൻ കാണിക്കാം. വറവിലേക്കുള്ള ഉള്ളി അരിഞ്ഞ് വെച്ചതാണേ. ഇത് ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.